ആൾക്ക് ഇസ്ലാമും ഈമാനും ബാക്കിയുണ്ടാവോ? ഇങ്ങനത്തെ ചില തലയെക്കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാരും അല്ല കേട്ടോ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വേറൊരു ആള് നല്ലൊരു തലയെക്കെട്ട്, നല്ലൊരു നീളക്കുപ്പായം, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് വേറൊരുത്തന്നെ നശിപ്പിക്കണോ? നിങ്ങൾ ബാളെടുക്കണ്ട, കുന്തെടുക്കണ്ട, ഇങ്ങനെ കൈകൊണ്ട് മൂപ്പര് യാതൊരു ജലാരി വല്ലിക്രാം തന്നെ അപ്പുറം നശിച്ചു പോകും. കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപട അവനിക്ക് കൊള്ളും. പറയട്ടെ, ഇസ്ലാമിന്റെ അറിയാത്ത റസൂല് പറഞ്ഞതാ, എന്ത് ഖിയാമനാളാകുമ്പോ ജാഹിലീങ്ങൾ നേതാക്കളായിട്ട് വരും. ഇതാണ് ജിന്ന് മഹളറ. എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും നാനാ ജാതി മതസ്ഥരടക്കം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇവിടെ സ്വാലിഹീങ്ങളായ ജിന്നുമക്കളെ കൊണ്ട് സ്പോട്ടിൽ അവരുടെ കാര്യം അങ്ങോട്ട് പറയുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ആ അവസരത്തിൽ തന്നെ ചെയ്തു തീർത്ത് വിടുകയാണ്. അങ്ങനെ അവരോട് ചോദിക്കപ്പെടും, അവർ ഓരോന്നിനും മറുപടി പറയും, അവര് പിഴക്കും, വേറെ പലരെയും പിഴപ്പിക്കും. ഈ ആഖിർ സമാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതാ. അങ്ങനത്തെ ഒരു കാലം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 40 പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. ആ 40 ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ്. ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത്. ആ ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് പറയുന്ന ആലിമീങ്ങൾ അവരെ പിന്തുടരണം. 40 ആലിമീങ്ങൾ പിന്തുടരുന്നത് ആരെയാ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്. ഇമാം അശ്ശരി, ഇമാം മാതുരിദി തുടങ്ങിയ 2 മഹാപണ്ഡിതന്മാർ വിശ്വാസകാര്യം പഠിപ്പിച്ചവരാ. അവര് പിന്തുടരുന്നത് ആരെയാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയാണ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങളെ പിന്തുടരുന്ന ആളുകൾ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവരെ കിതാബുകളിലുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്നത്. അതിനപ്പുറം പുതിയ പുതിയ കുറെ തലേക്കെട്ടും, കുറെ എല്ലാവർക്കും കിട്ടൂലേ നീളക്കുപ്പായം, എല്ലാവർക്കും കിട്ടൂലേ തലേക്കെട്ട്. സുബ്ഹാനല്ലാഹ്, മുജാഹിദിന്റെ പോലെ നല്ല 1-ാം നമ്പർ തലേക്കെട്ട്. എന്തിന്? ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി, അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാര്. ഇതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്, ചൂഷണത്തിന് പെട്ടുപോകരുത്. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, 7 മക്കൾ എന്റേത് പ്രസവിച്ചത് ആശുപത്രിയിൽ നിന്ന്. ജനങ്ങളെ ധാരണ എന്താണെന്നറിയോ? ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഭയങ്കര തെറ്റാന്നാ സുന്നികളെ വിശ്വാസം. അങ്ങനെയൊന്നുമല്ല. ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ ആയത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തപ്പോ പ്രസവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഖുർആന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ ദിക്റിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. സ്വലാത്തിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. തട്ടിപ്പും വെട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത്. അല്ലാഹു തആല ശരിയായ ഹഖായ ദീൻ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.